Hello friends, welcome to channel. goodhappenshereajay channel. സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ഇലക്ട്രിക് ചോപ്പറാണ്. നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ കിച്ചണിലൊക്കെ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ചോപ്പർ. നിങ്ങൾക്കറിയാം നോർമലായിട്ട് നമ്മളിന്ന് വലിച്ചിട്ട് ഒരു ചോപ്പ് ചെയ്യുന്ന സംഭവം നിങ്ങൾ ഓൾറെഡി എന്തായാലും എല്ലാവരും വീട്ടിലും കണ്ടിട്ടുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ നല്ല പ്രൈസ് കുറഞ്ഞിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ ഒരു ഇലക്ട്രിക് വേർഷനാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ കെൻഡ് വേണമെങ്കിൽ നിങ്ങൾ എന്നാലും അറിയായിരിക്കും നമ്മുടെ വാട്ടർ പ്യൂരിഫയറും കാര്യങ്ങളൊക്കെ അവരുടെ ഒരു ഇലക്ട്രിക് ചോപ്പറാണ്. ശരിക്കും നമുക്കിത് നിങ്ങൾക്ക് ഞാൻ ഈ സൈഡിലേക്ക് ലൈറ്റ് കിട്ടുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കറക്റ്റ് കാണുന്നുണ്ട്. ഞാൻ എന്തായാലും അടുത്ത് കാണിച്ചാൽ അതിൻ്റെ ബോക്സ് 250 വാട്ട് വരുന്ന ഒരു പവർ വരുന്ന ഒരു ചോപ്പറുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം നിങ്ങൾക്ക് പിന്നെ 2 ബ്ലേഡ് സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ നല്ലോണം മരയും ചെയ്യും. പിന്നെ നമുക്ക് എക്സ്ട്രാ ബ്ലേഡും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. സിംഗിൾ ജാറാണ്. ഇലക്ട്രോണിക് മോഡലാണ്. ഞാൻ അറിയാം 400 ml കപ്പാസിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നമുക്ക് ഹൈ ക്വാളിറ്റി ഷാർപ്പ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡബിൾ ചോപ്പിംഗ് ബ്ലേഡാണ് വരുന്നത്. പിന്നെ പ്ലാസ്റ്റിക് വിസ്കിങ്ങും ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് വിസ്കി ഉള്ളത്. പിന്നെ 400 ml ട്രാൻസ്പാരൻറ്റ് ചോപ്പിംഗ് ബൗൾ വരുന്നുണ്ട്. ആൻറ്റി സ്കിഡ് റിങ് വരുന്നുണ്ട് ബൗളിൻ്റെ താഴെ. പിന്നെ വെജിറ്റബിൾസും ക്രീം വിസ്ക് ചെയ്യാനൊക്കെ നമുക്കത് ഉപയോഗിക്കാം. ഈസി ടു ക്ലീൻ അറ്റാച്ച്മെൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. ലോങ് പവർ കോഡ് പറഞ്ഞിട്ടുണ്ട്. സിംഗിൾ പ്രസ് ബട്ടണാണ് വരുന്നത്. പോർട്ടബിളും യൂസ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ ഇതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇതിൻ്റെ പ്രൈസ് MRP കൊടുത്തിരിക്കുന്നത് 2999 രൂപയാണ്. പക്ഷേ ഞാൻ ആമസോണിൽ നമുക്കിതിൽ 1600 1500 റേഞ്ചിൽ നമുക്ക് പ്രൈസിൽ കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബില്യൺ സേവ് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് അതിനാട്ടും 10 200 300 രൂപ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇലക്ട്രിക്കിൻ്റെ ഈ ഇലക്ട്രിക് ചോപ്പറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ മോഡൽ, അതായത് കെൻഡിൻ്റെ ബ്രാൻഡല്ല പറയുന്നത്, ഈ മോഡൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തരുന്നൊരു സംഭവമാണ്. അതായത് നിങ്ങൾക്ക് ഇതുപോലെ റീചാർജബിൾ മോഡലൊക്കെ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഇത്രയ്ക്ക് പവർ കിട്ടില്ല. നിങ്ങൾക്ക് റീചാർജബിളും ആകുമ്പോഴും ഡയറക്റ്റ് പവർ സോഴ്സ് എടുക്കുന്നതിലും വ്യത്യാസം പവറിൽ ഒരു ഡിഫറൻസ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യം വലിയൊരു എന്താ പറയുക ഒരു പീസൊക്കെ ചോപ്പ് ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല പവർ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസ് വരും. പിന്നെ നിങ്ങൾക്ക് റീചാർജബിൾ മോഡൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും ഞാൻ നമുക്കിത് പ്രൊമോഷൻ കാണുന്നില്ല, നമ്മളിത് ആക്ച്വലി വാങ്ങിച്ചാട്ടോ നമ്മുടെ വീട്ടിലത്തെ പർപ്പസിന്. ബ്ലാക്ക് മോഡലാണ്. ഇതിൽ നമുക്ക് വെയിറ്റ് ഒക്കെ കൊടുത്തില്ല. ഇതിൽ നമുക്ക് മോട്ടർ വരുന്നുണ്ട്, ജാറ്, ബ്ലേഡ് 2 ബ്ലേഡ് വരുന്നുണ്ട്, വിസ്കർ വരുന്നുണ്ട്, വരണം ഒരു സെൻറ്ററിങ് പ്ലേറ്റ് വരുന്നുണ്ട്, ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്. അത്രേ ഉള്ളൂ. 1 year വാറണ്ടി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ കെൻഡിനെ കുറിച്ച് തന്നെ വലിയ പ്രത്യേകിച്ച് വേറെ പറയുന്നത് വേണ്ട, എല്ലാവരും കിട്ടണമെന്ന് ബ്രാൻഡ് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിംഗ് കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അതുപോലെ നമ്മുടെ ചാനലിൽ വെച്ച് നമ്മൾ ആമസോണിൽ തുടങ്ങിയാണ്. നിങ്ങൾ ഈ വാലുകൾ ഉണ്ടായിരിക്കും, ചെക്കൗട്ട് ഇതൊക്കെ മറക്കണ്ട. പിന്നെ എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണം. നമ്മൾ എല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ചാനൽ നിങ്ങൾ ഓൾറെഡി പേരുടെ കണ്ടായിരിക്കും, JMT26 ആയിട്ട് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നമ്മളൊരു ഹെൽത്ത് കെയർ പ്രൊഡക്ട്സും അതുപോലെ തന്നെ ഓരോ പ്രൊഡക്ട്സുകളിൽ സോപ്പിൻ്റെയും ബെസ്റ്റ് സോപ്പ്, നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സോപ്പ്, ഷാമ്പൂ, ടൂത്ത് പേസ്റ്റ്, അങ്ങനെയൊക്കെ നമ്മൾ ആൾട്ടർനേറ്റീവ്സ്, അതായത് നമുക്ക് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ എല്ലാത്തിലും ഇപ്പോൾ കെമിക്കൽസാണ്, അതൊന്നും ഇല്ലാത്ത ഡെയിലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ബ്രാൻഡുകളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ടു നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഹെൽപ്ഫുൾ കണ്ടന്റ് ആയിരിക്കും. അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കും ഫോളോ ചെയ്യാൻ മറക്കണ്ട. ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലും കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അതിൻ്റെ എന്താ പറയുക ക്ലോസപ്പ് ഷോട്ടിലേക്ക് പോകുമ്പോൾ അതുപോലെ നമ്മൾ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കെൻഡ് ഇലക്ട്രിക് ചോപ്പറിൻ്റെ ബോക്സ് വരുന്നുണ്ട്. ഞാൻ അടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ പടം ഫ്രണ്ടിൽ വരുന്നുണ്ട്. മുകളിൽ കെൻഡിൻ്റെ ബ്രാൻഡിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കെൻഡ് ഇലക്ട്രിക് ചോപ്പർ B എന്ന് എഴുതിയിട്ടുണ്ട്. ക്വിക്കസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് വേ ടു ചോപ്പ്. 400 ml ആണിത്. 250 വാട്ട് വരുന്നുണ്ട്. സിംഗിൾ ജാർ ഡബിൾ ബ്ലേഡ് സിസ്റ്റമാണ് വരുന്നത്. ഈ സൈഡിലായിട്ട് നമ്മൾ നേരത്തെ വായിച്ച അതിൻ്റെ കുറച്ച് സ്പെക്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പോസ് ചെയ്ത് നോക്കി വായിച്ച് നോക്കാം. അക്സസറീസ് ആയിട്ട് ഇവിടെ നമുക്ക് ഒരു ഡബിൾ ബ്ലേഡും കിട്ടുന്നുണ്ട്, ഒരു വിസ്കറും കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ സൈഡിലായിട്ട് സെയിം പടം തന്നെയാണ്. പിന്നെ ഈ സൈഡായിട്ട് അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ എന്താ പറയുക അതിൻ്റെ മോഡൽ നമ്പറും MRP ഡീറ്റെയിൽസൊക്കെ 2999 രൂപ ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ 1500 ആ റേഞ്ചിലേക്കാണ് നമുക്ക് പ്രൈസ് വരുന്നത്. മാർക്കറ്റഡ് ബൈ കെൻഡ് RO സിസ്റ്റമാണ്. മാനുഫാക്ചർഡ് ബൈ ക്യാൻസ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ്, ഹിമാചൽ പ്രദേശിലത്തെ ഒരു ബ്രാൻഡാണ്. അപ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണ്. അപ്പോൾ നമുക്കിത് അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും ക്യാമറ ഒന്ന് താഴത്തെ കൂടി ആക്കാം, ഒന്നുകൂടി താഴത്തേക്ക് ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണും. അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു ഞാൻ ആക്ച്വലി ഇത് ഓപ്പൺ ചെയ്ത് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ വയർ കിട്ടുന്നുണ്ട്, പവർ കോഡ് കിട്ടുന്നുണ്ട്. ഒരു പ്ലാസ്റ്റിക് റാപ്പിലിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് എടുക്കാം. ഇത് ഇങ്ങനെ ഫിക്സ് ചെയ്യുന്ന ടൈപ്പ് അല്ല, ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ചെടുക്കുന്ന ടൈപ്പാണ്. അപ്പോൾ ഞാനത് ഫുൾ എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലൊരു യൂസർ മാനുവലും വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ അതെടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു വാറണ്ടി കാർഡ് കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് യൂസർ മാനുവലും ആണ്, അത് രണ്ടും കൂടിയിട്ടുള്ളതാണ്.
ഇൻസ്ട്രക്ഷൻ മാനുവൽ വരുന്നുണ്ട്. ബാക്കിലായിട്ട് നമുക്ക് വാറണ്ടി കാർഡും വരുന്നുണ്ട്. 1 ഇയറിൻ്റെ വാറണ്ടിയാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് അതിലിടാം. അപ്പോൾ ഫസ്റ്റ് കിട്ടുന്നത് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ബൗളാണ്. ഇത് 400 ml ബൗളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബ്ലേഡ് കാണാം, 2 ബ്ലേഡ് കാണാം, ഡുവൽ ബ്ലേഡ് കാണാം. അതുപോലെ തന്നെ അത് വിസ്കറാണ്. അപ്പോൾ വിസ്കർ വേണമെങ്കിൽ വിസ്കർ വയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് ബ്ലേഡ് വയ്ക്കുക. അപ്പോൾ ബ്ലേഡ് വെക്കേണ്ട രീതി എന്ന് വെച്ചാൽ ഡുവൽ ബ്ലേഡാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബ്ലേഡ് വയ്ക്കുക, അല്ലെങ്കിൽ 2 ബ്ലേഡ് വയ്ക്കാം. ഇതാണ് ഒരു ബ്ലേഡ്. ഡബിൾ ബ്ലേഡ് വെക്കണമെങ്കിൽ നമുക്ക് ഈ സാധനം ജസ്റ്റ് അതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഇപ്പോൾ ഫുൾ സൈഡ് കവർ ചെയ്തിട്ട് കട്ട് കിട്ടുക. പിന്നെ നമുക്ക് വരുന്നത് ഒരു പ്ലേറ്റ്, അതിന് മുകളിലേക്ക് ഒരു പ്ലേറ്റ്. ആ പ്ലേറ്റ് നമുക്ക് ഇങ്ങനെ തിരിച്ച് വയ്ക്കുക, ഇങ്ങനെ തിരിച്ച് ലോക്ക് ചെയ്ത് വയ്ക്കുക. പിന്നെ നമ്മുടെ മെയിൻ മോട്ടർ ഇരിക്കുന്നത് നമ്മുടെ ഇതിലാണ്. അപ്പോൾ ഇതിൽ കെൻഡിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രിക് ചോപ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബട്ടൺ വരുന്നത്. വയറിംഗ് ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ ഇതിങ്ങനെ വെറുതെ വെക്കുക വേണ്ട, വേറെ ഒന്നുമില്ല. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മുടെ പവർ കോഡ് കുത്തുക. ഞാൻ ജസ്റ്റ് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ നമ്മളൊരു ഫുൾ റിവ്യൂ നമ്മൾ ജസ്റ്റ് ഇത് കട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ചോപ്പിങ് കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. അത്യാവശ്യം വലിയ ലെങ്തിയുള്ള സംഭവമായാലും എന്ന് വെച്ചാൽ അത്യാവശ്യം കട്ടിയുള്ള പ്രൊഡക്റ്റ് ആയാലും, ഇപ്പോൾ എന്താ പറയുക, ഓണിയനും സബോളയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയാലും നമുക്ക് സുഖമായിട്ട് കട്ടാവുന്നുണ്ട്. എന്താ വെച്ചാൽ ഡുവൽ ബ്ലേഡാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടാവുന്നുണ്ട്. ക്യാരറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കട്ടാവുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു പേസ്റ്റ് പോലെ ആക്കാനും പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ അത്യാവശ്യം നമുക്ക് 250 വാട്ട് ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം പേസ്റ്റ് പോലെ നമുക്ക് ആക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനതൊന്ന് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ എന്തായാലും എന്താ പറയുക, ഇതാണ് വ്യൂ വരുന്നത്. അപ്പോൾ നമുക്കിത് വർക്ക് ചെയ്യണമെങ്കിൽ മുകളിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഞാൻ പവർ ഓൺ ആക്കിയിട്ടില്ല, ഞാൻ പവർ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ വെച്ചിട്ട് കണ്ടോ ബ്ലേഡ് ഇങ്ങനെ തിരിഞ്ഞാണ്ടായിരിക്കും. ഇത് നമ്മൾ അമർത്തി കൊടുക്കുക, അതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇതാണ് നമ്മുടെ ഡ്യുവൽ ബ്ലേഡ് വരുന്നത്. അതായത് പവർ എന്ന് വെച്ചാൽ സൗണ്ട് നോക്കി കഴിഞ്ഞാൽ വലിയ സൗണ്ടൊന്നുമില്ല, അത്യാവശ്യം നോയ്സ് കുറവ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മോട്ടർ വരുന്നുണ്ടോ. അത്യാവശ്യം ചെറിയൊരു വെയിറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് വിസ്കർ വെക്കണമെങ്കിൽ ഇത് ബ്ലേഡ് എടുക്കുക, അതിന് പകരം നമുക്ക് ഈ വിസ്കർ വയ്ക്കാണ്ടോ. നമുക്ക് ക്രീമൊക്കെ വിസ്ക് ചെയ്യാനുള്ളതാണത്. ഇത് വയ്ക്കുക, ഇതും വയ്ക്കുക. നമുക്ക് മുകളിലേക്ക് തെറിക്കാണ്ടിരിക്കാനാണ്. അത് വെച്ചു. എന്താ വിസ്ക് ചെയ്യാൻ ചെറിയ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ മാവ് കുഴക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു 1500 രൂപയ്ക്ക് നല്ലൊരു ഇലക്ട്രിക് ചോപ്പർ എന്ന് തന്നെ പറയാം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പവർ കോറിൽ അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ റീചാർജബിൾ ടൈപ്പ് നമുക്ക് ഇപ്പോൾ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ അതിനാട്ടും പവർ നിങ്ങൾക്ക് എന്തായാലും ഈ ഡയറക്റ്റ് കറണ്ടിൽ കുത്തണ എന്തെങ്കിലും കിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഡയറക്റ്റ് കുത്തണതാണ് റെക്കമെൻഡ് ചെയ്യാൻ. നിങ്ങൾക്ക് എന്തായാലും അത്യാവശ്യം നല്ല എന്താ വെച്ചാൽ വലിയ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചോപ്പ് ചെയ്യാനൊക്കെ ഈ ഡയറക്റ്റ് പവറിൽ കുത്തുന്നത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ, വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. നമ്മുടെ ഇതിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ ലിങ്ക് കിട്ടുക. അതുപോലെ തന്നെ നമ്മുടെ 2ാമത്തെ ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക. നമ്മൾ ഒരു ആയുർവേദിക് പ്രൊഡക്ട്സിൻ്റെയും അതുപോലെ തന്നെ കുറേ പ്രൊഡക്ട്സിൻ്റെയും ഹെൽത്ത് കെയർ പ്രൊഡക്ട്സും കൺസ്യൂമർ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ നമ്മൾ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനൽ കാണാത്തവർ, നമ്മുടെ ചാനലിൻ്റെ പേര് വരുന്നത് 𝙤𝙤𝙬𝙯 ആണ്. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ചാനൽ ലിസ്റ്റിൽ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതും ഫോളോ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ അപ്പോൾ എന്താ പറയുക ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാനും മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാം കൊണ്ട് റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.